ടേക്കിംഗ് ഓഫ് ബാത്ത് ആസ് ദിസ്. ഈ രീതിയിലാണ് നമ്മുടെയൊക്കെ പണ്ഡിതന്മാര് നമുക്ക് ഇങ്ങനെ ഈ കണ്ണ് നേറാൽ അത് രോഗിന്റെ മേലെ ഒഴിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ കുടിച്ച വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ ഓതെടുത്ത വെള്ളം കൊടുക്കണം എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, അത് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ ഈ കുളിയെ ആ ഗുസ്ല് ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് അവർ വിശദീകരിച്ച്. എങ്ങനെ? എ കണ്ടെയ്നർ ഓഫ് വാട്ടർ ഇസ് ടു ബി ഗിവൺ ടു ദ വൺ ഹൂ കാസ്റ്റ് ദ ഈവിൾ ഐ. ആരുടെ കണ്ണാണ് തട്ടിയെന്ന് നമുക്ക് ഉറപ്പുള്ളത് അല്ലെങ്കിൽ സംശയിക്കുന്നത്, അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുക്കുക, ഒരു ബക്കറ്റിലൊക്കെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കുക, എന്നിട്ട് അയാളെ കണ്ട് കുളിക്കാൻ പറയാം അല്ലെങ്കിൽ ഇതിരിക്കുക. അയാൾ എങ്ങനെയാ പഠനം പഠിപ്പിച്ചു കൊടുക്കുക? കേന്ദ്രമാനോട് നടക്കലല്ല, ആ കുളിയൊക്കെ പഠിച്ച് മനസ്സിലാക്കുക. അതെങ്ങനെയാണ്? ഹി ഷുഡ് കപ്പ് ഹിസ് ഹാൻഡ്, അതില് കൈയിട്ട് കണ്ട് വെള്ളം കോരിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ? വായിലെടുക്കുക, വായില് വെള്ളം കൊപ്പളിച്ചിട്ട് അയക്കന്നെ തുപ്പുക. ഇവിടെ തുപ്പി വെള്ളം തുപ്പി വെള്ളൊക്കെയാണ് ഇപ്പോ ചികിത്സ. ഇവിടെ വീരാളി ജമാഅത്തിനെ വിളിക്കുക. ഇവിടത്തെ കാര്യം ഇതിനെ കളിയാക്കി പറഞ്ഞേ. അതെന്ത് അറിയോ? മടവീരാളി ജമാഅത്തിനെ പല്ലിയൊക്കെ ഇറക്കില്ല. മൂമിനികളാരും പല്ലിയേക്കണം, മൂമിനികളാരും പല്ലിയേക്കണം. 5 നേരം നിൽക്കലോ അതിന്റെ മുമ്പൊക്കെ ഒന്ന് പ്രസ് ചെയ്യാം. എന്താണ്? റസൂലിന് ഇഷ്ടപ്പെട്ട സംഗതിയായിരുന്നു. റസൂൽ പറയാൻ എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവൂലായിരുന്നു, ഞാൻ കൽപ്പിക്കുമായിരുന്ന അതല്ല. അതൊക്കെ ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിലുണ്ടാവും. അപ്പൊ ഇത് അവന്റെ തുപ്പയിലും എന്റെ തുപ്പത്തിന്റെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നിങ്ങളെ ബുദ്ധിമായിരുന്നു ആറൂല. മനസ്സിലായല്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ വെള്ളം പുറത്ത് കളയരുത്. പിന്നെ ഈ ബക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബക്കറ്റ് എവിടെ? ബക്കറ്റ് നിലത്ത് വെക്കരുത്. ഈ ബക്കറ്റ് നിലത്തല്ല വെക്കേണ്ടത്. ഈ ബക്കറ്റ് എന്തെങ്കിലും ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു പലയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിലായി ബക്കറ്റ് വെക്കേണ്ടത്, നിലത്ത് വെക്കരുത്. എന്താ വെക്കരുത്? അത് വെക്കരുത് തന്നെയാണ്, അത് വെക്കരുത് തന്നെയാണ്. മനസ്സിലല്ലേ? അത് ആദ്യം ഈ വെള്ളം കുറച്ച് വെള്ളം എടുക്കുക, അതിൽ വെള്ളം ഒരു തവണ കൊപ്പളിച്ചിട്ടായിരിക്കും തന്നെ തുപ്പുക. 2 വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാ? മുഖം കഴുകുക. 3 ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്ത് കൈയിന്റെ ഉള്ള കൈയിന്റെ മനസ്സിലല്ലേ അവിടെ കഴുകുക. എന്നിട്ട് ഉള്ള കൈയിന്റെ അത് കൈപ്പത്തിയും ഒക്കെ ഉണ്ടല്ലേ നമ്മൾ വാച്ച് കിട്ടുന്നത്, അതുവരെ കൈ കഴുകുക. എന്നിട്ട് അത് ആദ്യം ചെയ്യേണ്ടത് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈ കഴുകുക. പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് ഇടത്തെ കൈ കൊണ്ട് കഴുകുക. ഇതിന് കഴിഞ്ഞതിന് ശേഷം ഇടത്തെ കൈ കൊണ്ട് വീണ്ടും വെള്ളം കോരിയിട്ട് കൈ മുട്ട് വരെ കഴുകുക. ഏത്? വലത്തെ കൈ. എങ്ങനെ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈയിന്റെ മുട്ട് വരെ കഴുകുക. പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് ഇടത്തെ കൈയിനെയും അതുപോലെ മുട്ടുവരെ കഴുകുക. പിന്നെന്ത് ചെയ്യാ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കാലിന്റെ അടിഭാഗം ഇവിടെ നിരണിക്ക് താഴെ കഴുകുക. എങ്ങനെ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കാലിന്റെ നിര്യാണിന്റെ താഴെ ഭാഗം കഴുകുക. എന്നിട്ട് അതിനുശേഷം വലത്തെ കൈ കൊണ്ട് അതൊക്കെ എന്തെങ്കിലും ഈ ബക്കറ്റ് കാണും, കാല് പൊക്കി ഇതേമാതിരി കൈയ്ക്ക് കാണിച്ച് കാലൊക്കെ അതിന്റെ മുകളിൽ പൊക്കിട്ടാ ചെയ്യാൻ. പിന്നെന്ത് ചെയ്യാ? വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് ഇടത്തെ കാലിന്റെ നിര്യാണിക്ക് താഴെ കഴുകുക. പിന്നെന്ത് ചെയ്യാ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരുക. എന്നിട്ട് വലത്തെ കാലിന്റെ മുട്ടിന്റെ താഴെ കഴുകുക. ഇതൊക്കെ ഓരോ തടഞ്ഞു മതി. എങ്ങനെ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് വലത്തെ കാലിന്റെ മുട്ട് വരെ കഴുകുക. പിന്നെന്ത് ചെയ്യാ? പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് ഇടത്തെ കാലിന്റെ മുട്ടിന്റെ താഴത്ത് കഴുകുക. എന്നിട്ട് എന്ത് ചെയ്യാ? അതിനുശേഷം വെള്ളം കയ്യിൽ നനച്ചിട്ട് ശരീരത്തോട് ഏറ്റവും ഒട്ടിച്ചേർന്ന വസ്ത്രം ഉണ്ടാവും, അത് ലിസാർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ലിസാറിന്റെ എന്താണ്? അടിവസ്ത്രം ഉണ്ടല്ലോ, ലിസാർ. ഈ ലിസാറിന്റെ ശരീരത്തോട് ചേർന്നൊരു ഭാഗം അരക്കെട്ട് ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക്കും ബെൽറ്റും ഒക്കെ ഇട്ടിട്ട് ആ ഭാഗം ടൈറ്റായിരിക്കുമല്ലോ, ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തടവുക. ഒറ്റ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റുഭാഗത്ത് കൂടെ തടവിയാൽ, ഉള്ളിലൂടെ, പുറത്തുകൂടെ അല്ല, ഉള്ളിൽ കൂടെ ഇങ്ങനെ തടവിയിട്ട് ആ കയ്യിൽ മുക്കുക. ഇതാണ് ഗുസ്ല്. എന്നിട്ട് ഈ വെള്ളം ചെയ്യാ? ഈ വെള്ളമാണ് രോഗിയുടെ തലയിൽ കൂടെ ഒഴിക്കുക. എങ്ങനെ? പിൻഭാഗത്ത് നിന്ന്
എന്താ മുന്നിൽ വെച്ചാ മുന്നിൽ നിൽക്കാൻ പറ്റൂല. പിന്നിന്ന് പറഞ്ഞാൽ മുന്നിന്നല്ല, പിന്നിൽ നിന്ന് രോഗിയുടെ തലന്റെ മുകൾ കൂടെ ഒഴിക്കുക. എന്ത് ഒന്നും ചൊല്ലേണ്ടതായിട്ടില്ല, ഈ നെയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയിട്ട് കണ്ണ് ഏറ്റിട്ടുണ്ടെങ്കിൽ അതാണ് പോകും. ഇപ്പൊ കുളി എന്നിങ്ങനെ നിങ്ങൾക്ക് അപ്പോ കണ്ണേറിനെ കുറിച്ച് കരുമ്പുലാക്കൽ പറഞ്ഞത് കളവല്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇയാളുടെ ചിത്രം കാണാത്തത് വെറുതെ അല്ല, ചിത്രം വെക്കലും വരക്കലും ഫോട്ടോ എടുക്കലും ഇയാൾക്ക് ഹറാമാണ്. അതുകൊണ്ടാ ഈ മാതിരി ഏത് തോന്നിയാസും ഹലാലും. നിങ്ങൾ ചിരിച്ചല്ലോ, എനിക്ക് ചിരിയല്ലോ, എനിക്ക് കരച്ചില വന്നത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലായി പറഞ്ഞത് ഇതാണ് പോലും സലഫിയത്ത്, സലഫി മൻഹജ്, സലഫി ആദർശം. എന്തൊക്കെ ഞങ്ങൾ വിളിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ സുഹൈർ പറഞ്ഞല്ലോ, ആ തെങ്ങുമേൽ നിറയെ തേങ്ങുണ്ട്. ഓ എത്ര തേങ്ങ എന്ന് നിങ്ങൾ പറയുമ്പോഴേക്ക് അത് മുമ്പോട്ട് കൊഴിഞ്ഞു വീഴ. ഒരു മാവിലിങ്ങനെ മാങ്ങ, ഇല കാണുന്നില്ലല്ലോ, അതിനത്ര മാങ്ങ ഉണ്ട്, അപ്പോഴേക്ക് മാങ്ങ കമ്പേറ്റ് വീഴ. ഒരു ബിൽഡിംഗാണ് നോക്കിയിട്ട് എന്താണ് അതിന്റെ ബീമിന്റെയും ഫില്ലറിന്റെ ഒക്കെ ഒരു വലിപ്പം, ഹോ അപ്പോഴൊക്കെ പൊളിഞ്ഞു വീഴുക. ആരോഗ്യമുള്ള മനുഷ്യങ്ങൾ നടന്നു പോകുമ്പോ എന്താ കൊണ്ടൊരു തണ്ടും തടിയും പറയുമ്പോഴേക്കോ കുഴഞ്ഞു വീഴുക. ഇതൊക്കെയാണ് കണ്ണേർ അറിഞ്ഞത്. ഈ കണ്ണേർ പറ്റിയാൽ പറ്റുമെന്ന് പറഞ്ഞു. പറ്റണമെങ്കിൽ എന്ത് വേണം? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അഭൗതികമായി, അദൃശ്യമായി